മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്, യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ജി വി പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ആരുടെ നേതൃത്വത്തിലാണ്? പ്രസാദ്, കേൾക്കാമോ? ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ ചാടിക്കയറുന്നുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം? ഭാരവാഹിയാകാനുള്ള കമ്മിറ്റിയാണ്. ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും എത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. രണ്ടാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ാണ് ഓഡിയോ ഒക്കെയാണ്. ഇവിടെ എനിക്ക് കേൾക്കാം, നമ്മുടെ ക്യാമറയിലും ഒക്കെയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ ചാടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. പ്രസാദ്, കേൾക്കാമെങ്കിൽ യുവമോർച്ചയുടെ പ്രതിഷേധം അതിലൊരു സംഘർഷത്തിന്റെ സാഹചര്യമുണ്ടോ? ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നുണ്ട്. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാവുന്നതാണ്. കേൾക്കാമോ? യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്മൃതി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി യുവമോർച്ച കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. അതായത് സമരം വളരെ കുറച്ചാണ് പ്രവർത്തകരുള്ളെങ്കിൽ പോലും അവർ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. 3 പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതിപ്പോൾ റോഡിൽ കിടന്നുകൊണ്ടുള്ള സമരം. റോഡിൽ കിടക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. റോഡിൽ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. MG റോഡാണിത്. ആശാ വർക്കർമാർ സമരം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് മുന്നിലുള്ള റോഡിലാണ് ഇപ്പോൾ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. പ്രവർത്തകരുടെ എണ്ണം കുറവാണ്. തിരുവനന്തപുരം സിറ്റി യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. ബാരിക്കേഡ് ചാടിക്കിടക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ റോഡിലെത്തി. റോഡിന് കുറുകെ കിടന്നും ഇരുന്നും പ്രതിഷേധിക്കുകയാണ്. ഇവിടെ MG റോഡിന് മുന്നിലാണ് ഈ സമരം പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജിയാണ് പ്രധാന ആവശ്യം. പ്രവർത്തകരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ വലിയ പോലീസ് ബന്ദോബസ്താണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഇവിടെ ഉണ്ട്. ഒരു ഭാഗത്ത് ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഈ സമരം എന്നതുകൊണ്ട് തന്നെ കടുത്ത പോലീസ് വിന്യാസമായിരുന്നു. ആദ്യം ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിന് പിന്നാലെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി റോഡിലേക്ക് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുള്ള SFIO അന്വേഷണത്തിന് അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത്.